നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനി, ഈ പോലീസുകാരുടെ ഒരു രീതിയുണ്ട്. ഒന്നുകിൽ ലഹളക്ക് മുൻപ് വന്ന് സംരക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ ലഹള കഴിഞ്ഞിട്ട് വരാം. ലഹളക്ക് ഇടയിലേക്ക് വന്ന് തല്ലുകൊള്ളാനും പോലീസ് ട്രെയിനിങ് അനുവദിക്കുന്നില്ല. അവർ കോൺഗ്രസ് സംബന്ധിച്ച് എത്രയോ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്താണ് കോൺഗ്രസ് നേതാക്കൾ. ഇതൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ലേ? ഇപ്പം രാഹുലിൻ്റെ കാര്യം എടുക്കാം. ഒന്നുകിൽ കുറുപ്പിൻ്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. കുറുപ്പിൻ്റെ നെഞ്ചത്ത് കൊള്ളാതെ കളരിക്കാതെ പുറത്തു പോകാതെയും അകത്ത് വീഴ്ത്താൻ പറ്റത്തില്ല കോൺഗ്രസ്. ഞാൻ പറഞ്ഞു വരുന്നതിൽ രാഹുൽ മാങ്കൂടുത്ത കാര്യമാണ്. ഒന്നുകിൽ അദ്ദേഹം ഈ ഇതുപോലുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾ നേതാക്കളെ അല്ലെങ്കിൽ അണികളെ നിങ്ങൾക്ക് അറിയില്ലേ? അത് ആരംഭത്തിൽ തന്നെ നുള്ളിക്കളയണ്ടേ? അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു, കേസായി, കോടതിയിൽ വന്ന് കോടതി തീരുമാനം വരട്ടെ. രാഹുൽ കുറ്റക്കാരാണോ ഇല്ലെന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ. കോടതി കുറ്റം തീരുമാനിച്ചെങ്കിൽ എന്ത് ശിക്ഷ കൊടുക്കുക? ഇത് എടുക്കു വെച്ച് കുറുപ്പൻ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്താക്കുക പോലല്ലേ? എന്താ കോൺഗ്രസ്, നിങ്ങളിത് ഇത് പഠിക്കുന്നത്? നിങ്ങൾ ഉപദേശകരും റിസർച്ച് വിങ്ങൊന്നും ഇല്ലേ? ഞങ്ങളുടെ ജനതാദൾ നാഷണലിസ്റ്റ് ചെറിയൊരു പാർട്ടിയാണ്, ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പാർട്ടിയാണ്. ഞങ്ങൾക്ക് പോലും ചെറിയ റിസർച്ച് വിങ്ങണ്ടെന്നേ. നിങ്ങൾക്ക് എന്തേ ഇല്ലാത്തത്? ആ റിസർച്ച് വിങ്ങണ്ടെങ്കിൽ അവർ ഉപദേശം തരണ്ടേ? ഇന്നെ ചെയ്യണത്. AK ചാനലിൽ റിസർച്ച് വിങ്ങുണ്ട് CPM-ന്, BJP-ക്ക് ഉണ്ടാവും, മറ്റു പാർട്ടിക്കൊന്നും അറിയില്ല. അങ്ങനെ വേണം. അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളുടെ അണികൾ, നിങ്ങളുടെ നേതാക്കൾ, രണ്ട് വർഗ്ഗമാണ് രാഷ്ട്രീയത്തിൽ. ഒന്ന് അണികൾ, ഒന്ന് നേതാക്കൾ. മൂന്നാമത് വർഗ്ഗം ഇല്ല. അപ്പോൾ അണികൾക്ക് അറിയാം എൻ്റെ നേതാവ് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നേതാക്കൾക്ക് എൻ്റെ സഹപ്രവർത്തകർ എന്ത് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് ഈ ഒരു നിമിഷം ഉണ്ടായതാണോ? പണ്ടൊരു മുതലാളി ഭാര്യയുടെ പ്രസവത്തിന് ചെലവിന് വേണ്ടി കാശ് ചോദിച്ചപ്പോൾ മുതലാളി പറഞ്ഞു, എടാ വിഡ്ഢിന്ന് പറഞ്ഞേ, നിന്റെ ഭാര്യ ഒരു ദിവസമാണ് പ്രസവിച്ചത്, 10 മാസമായില്ലേ, അപ്പം നിനക്ക് പണം ഉണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞ പോലെ ഈ രാഹുൽ മാങ്കൂടുത്തർക്ക് ഈ പെണ്ണ് കേസിലേക്ക് പെടുന്ന ആദ്യമായിട്ടായിരിക്കില്ലല്ലോ, ഒരു നിമിഷം ഉണ്ടായിരിക്കില്ലല്ലോ. ഒരു പെണ്ണൊക്കെ വഴങ്ങണമെങ്കിൽ എന്തെല്ലാം അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി എന്ന് അടൂർവാസി പറയും പോലെ ചെയ്യല്ലേ? അപ്പോഴും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അത് നിയന്ത്രിക്കാൻ പറ്റില്ലേ? എടാ നീ രാഷ്ട്രീയക്കാരാണ്, പൊതുജന സേവനാണ്, നിനക്ക് പല സുഖ സൗകര്യങ്ങളും ഒതുക്കി വയ്ക്കേണ്ടി വരും. നല്ലൊരു ഷർട്ട് ഇട്ട് നടക്കാൻ പാടില്ല, നല്ല വില കൂടി കാർ ഉപയോഗിക്കാൻ, വില കൂടി വാച്ച് ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെ രാഷ്ട്രീയക്കാരൊരു എഴുതപ്പെടാത്ത നിയമമാണ്. പല രാഷ്ട്രീയക്കാരുണ്ട് റാഡോ വാച്ച് ഇട്ട് കൈകിനെ പുൽക്കാനൊക്കെ. പക്ഷേ അത് ശരിയാവില്ല, രാഷ്ട്രീയക്കാർ ശരിയാവില്ല. അതുപോലെ ബെൻസ് കാറിൽ, അല്ലെങ്കിൽ വലിയ കാറിൽ നടക്കുന്ന ചൊക്കട നേതാക്കളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പൊളിറ്റീഷ്യൻ കാര്യം പറഞ്ഞത് അതൊക്കെ രാഷ്ട്രീയക്കാരില്ലല്ലോ. അങ്ങനെയൊക്കെ ഉള്ള നിലക്ക് ഇത് നമ്മളെ പ്രവർത്തനത്തിൽ പറ്റിയതല്ല. നമ്മൾ പാവപ്പെട്ടവൻ്റെ ആൾക്കാരാണ്, അല്ലെങ്കിൽ സാധാരണക്കാരുടെ ആൾക്കാരാണ്, അത്തായപ്പെട്ടിക്കാരാളാണ്. അവർ വോട്ട് കിട്ടാൻ നമ്മൾ ജയിച്ചിരിക്കുന്നത്. അവർ ശക്തിയാണ് നമ്മൾ ശക്തി. അതുകൊണ്ട് അവർക്ക് കൂടി അഡ്ജസ്റ്റ് പോകാമെന്ന് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞ് തിരുത്തണ്ടേ? എന്തിനാ കോൺഗ്രസ്സുകാരെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഈ ജീവിതം പാഴാക്കി രാജ്യത്തെ നശിപ്പിക്കുന്നത്? ഇപ്പോൾ BJP-യുടെ കയ്യിലേക്ക് ഭരണം കൊണ്ട് ഏകപക്ഷീയം കൊടുക്കാനുള്ള സംവിധാനം മാത്രമേ ഇപ്പം നിങ്ങൾക്കുള്ളൂ. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ ഇത് പറയുമ്പോൾ എന്നോട് ദേഷ്യം തോന്നാം, പക്ഷെ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ വയ്യെന്നേ. കോൺഗ്രസ്സുകാരെ ഉപദേശിച്ച് നന്നാക്കാതെ പറ്റില്ല. കോൺഗ്രസ് നശിക്കാൻ പാടില്ല. ഒറ്റ ഉദാഹരണം, നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാന്യായ മുരളീധരൻ്റെ കീഴിൽ നേതൃത്വത്തിൽ കാർത്തികൻ സാറിൻ്റെ മകനെ വച്ച് ഒരു കളി കളിക്കേണ്ടത്. അവിടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? 10 സീറ്റാണ് നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനുള്ളത് കോൺഗ്രസിന്. ഇനി നിങ്ങൾക്കിവിടെ ഭരിക്കണമെങ്കിൽ 51 സീറ്റിൽ 41 സീറ്റ് പിടിക്കണം. 41 സീറ്റ് പിടിക്കണമെങ്കിൽ BJP-ന്ന് ഒരു സീറ്റ് പോലും കിട്ടാൻ സാധ്യതയില്ല. മാത്രമല്ല അവർ 4-5 സീറ്റ് കൂടുതൽ പിടിക്കുള്ളൂ. 35 സീറ്റുള്ളവർ 56 സീറ്റ് പിടിക്കുന്നൊക്കെയാണ് കണക്ക് പറയുന്നത്. അതൊക്കെ ചിലപ്പോൾ ആലങ്കാരികമായിരിക്കാം. എന്നാൽ ആ 35-ൽ കുറയൊന്നും നിൽക്കുന്നില്ല. ബാക്കി CPM-ൽ നിന്ന് വേണം പിന്നെ 41 സീറ്റ് പിടിക്കാൻ. CPM-ന് 41 സീറ്റ് പിടിക്കാൻ മാത്രം അത്ര അതമ്പതിച്ച് പോയോ CPM? അത്ര തകർന്നു പോയിട്ടുണ്ടോ? നെവർ. അത്ര തകർന്നിട്ടൊന്നുമില്ല. പിണറായിയുടെ ചില വിഷയത്തിൽ ചില
പൊതുജനങ്ങൾക്ക് അല്പം അതൃപ്തി ഉണ്ട്. അത് സത്യം തന്നെയാണ്. എന്നല്ലാതെ CPM അത് തകർന്നു പോയിട്ടില്ല. ഈ 41 സീറ്റ് പിടിക്കുമ്പോൾ അത് തകർന്നു പോയിട്ടില്ല. BJP അത്ര കണ്ട് താഴെ പോയിട്ടില്ല. കോൺഗ്രസ്സുകാർ അത്ര വളർന്നിട്ടുണ്ടോ? കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ, അല്ലെങ്കിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പേക്കാൾ കോൺഗ്രസ്സുകാർ 10 മടങ്ങ് വളർന്നിട്ടുണ്ടോ? 10 മടങ്ങ് വളർന്നാൽ 10 മടങ്ങ് ഇരട്ടി എന്നാണ് ഞങ്ങൾ വയ്ക്കുക. അപ്പോൾ 10 സീറ്റ് 20 ആവുള്ളൂ. ഇത് 41 പിടിക്കണം. ഇനി 40 പിടിക്കുക മാത്രമല്ല, പഴയ 10 നിലനിർത്തിക്കണം. ഇത് തൊഴിൽ നിൽക്കുന്ന മച്ചിപ്പശു പ്രസവിക്കുകയും നാട് വിട്ടുപോയ കാള് തിരിച്ചു വരികയും ചെയ്യുകയാണെങ്കിൽ ഒരേ കൂട്ടാതെ പണ്ട് ആരോ പറഞ്ഞ പോലെ ഈ 10 സീറ്റ് നിലനിർത്തുന്ന ഒപ്പം തന്നെ ബാക്കി 40 സീറ്റ് ഇത് എവിടുന്ന് പിടിക്കും? അത്ര കണ്ട് ഒരു അധംബനം വല്ലതും ഉണ്ടായോ? അത്ര കണ്ട് BJP താഴെ പോയോ? അത്ര കണ്ട് കോൺഗ്രസ് വളർന്നോ? അത്ര കണ്ട് കമ്മ്യൂണിസ്റ്റ് തകർന്നോ? എൻ്റെ മുരളീധര, അപ്പം നിങ്ങൾ എവിടെ നിന്നാണ് ഈ 50 സീറ്റ് കോർപ്പറേഷൻ പിടിക്കുന്നത്? അതിനർത്ഥം നിങ്ങൾ കളിച്ച് അവസാനം കോർപ്പറേഷൻ BJP കൊണ്ടുപോകും. കളി അതാ കാണുന്നത്. നിങ്ങൾക്ക് അറിയില്ല, രാഷ്ട്രീയങ്ങൾക്ക് നിങ്ങൾക്ക് അറിയില്ലെന്നേ. പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കതറിച്ചിട്ട് മറ്റേ അന്ന് പങ്കിട്ട് മുസ്ലിങ്ങൾ വോട്ട് വാങ്ങിച്ച് നിങ്ങൾ ഗ്രൂപ്പ് കളിച്ച് പങ്കിട്ട് കുറെ സമ്പാദിച്ചിട്ടുണ്ട്. എന്നല്ല, നിങ്ങളൊന്നും പാടുപെട്ട് വളർത്തിയല്ല ഈ പാട് കിട്ടിയത്. നിഷ്പക്ഷമായിട്ട് പറഞ്ഞാൽ 40% മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങിയാണ് നിങ്ങൾ അന്തോണി ഉൾപ്പെടെ കരുണാകരൻ ഉൾപ്പെടെ ഈ സുഖ ശീതള ചായയിൽ വളർന്നു സമ്പാദിച്ചൊക്കെ. ഇനിയത് നടക്കൂലെന്ന് പറഞ്ഞത്. ഇനി നടക്കില്ല. കാരണം ഇന്ന് സമുദായത്തിന് 40% വന്ന മുസ്ലിം സമുദായത്തെ ചോദിക്കാൻ ഒരു ഗ്രൂപ്പുണ്ട്. അത് മൊയ്തീൻ ഷാ അല്ല, മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പാണത്. ഗ്രൂപ്പ് വളരെ ശക്തമാണ്. 31 പേരുള്ള ഗ്രൂപ്പ്. അത് വളരെ ശക്തമായ ഗ്രൂപ്പാണ്. വിദ്യാഭ്യാസമുണ്ട്, പണമുണ്ട്, മറ്റെല്ലാം ഉണ്ട്. കാരണം വെച്ചാൽ അവർ നീതി മാത്രം പ്രതീക്ഷയുള്ളൂ. മുസ്ലിങ്ങളോട് പ്രത്യേക താല്പര്യം ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും നീതി ലഭിക്കണം. ദളിതിനും വേണം, നായർക്കും വേണം, ഈഴവനും വേണം, എല്ലാവർക്കും വേണം. പക്ഷെ അങ്ങനെ വരുന്ന കൂട്ടത്തിൽ മുസ്ലിങ്ങൾ കൂടി വേണമെന്നായി പറഞ്ഞത്. 40%. നിങ്ങളിതൊരു നീതി കൊടുത്തുണ്ടോ? കോൺഗ്രസ്സുകാരെ നിങ്ങൾ മുസ്ലിം ലീഗിനെ എന്തോ തക്കാപ്പിച്ച കൊടുത്ത് മുസ്ലിം ലീഗാണ് എല്ലാം എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങി ഭരണത്തിൽ കയറി 10-7 വർഷം ഭരിച്ചല്ലാതെ നിങ്ങൾ എന്ത് ഈ സമുദായം ചെയ്തു? മുസ്ലിം സമുദായം എന്ത് ചെയ്തു? ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് കാര്യം പറയാം, കമ്മ്യൂണിസ്റ്റ് കാര്യം ഞാൻ പറ്റി പറയാം. ഒന്നും ചെയ്തിട്ടില്ല, കാര്യമായിട്ട് ചെയ്തിട്ടില്ല. തന്നെയുമല്ല, ഒതുക്കല്ലുന്നവരേക്ക് ഇനി അത് വേണ്ടത് ശക്തമായിട്ടും യുക്തമായിട്ടും വ്യക്തമായിട്ടും ചോദിക്കാൻ ശക്തിയുള്ള ഒരു ഗ്രൂപ്പ് വളർന്നു വരുന്നുണ്ട്. ഗ്രൂപ്പുണ്ട് ഇവിടെ. അത് നീതിയുടെ ഗ്രൂപ്പാണ്. തീവ്രവാദ ഗ്രൂപ്പല്ല, ഭീകരവാദ ഗ്രൂപ്പല്ല, വർഗീയവാദ ഗ്രൂപ്പല്ല, രാജ്യദ്രോഹ ഗ്രൂപ്പല്ല, നീതിയുടെ ഗ്രൂപ്പ്. ഗാന്ധിസവും അംബേദ്കർസവും കാലഹരണപ്പെട്ടെന്നില്ല ഞാൻ പറഞ്ഞു ഓർക്കണമല്ലോ. പക്ഷെ ആ ഗാന്ധിയുടെ തത്വം സമാധാനം, ശാന്തിയുടെ രീതിയിൽ, അഹിംസ സിദ്ധാന്തത്തിൽ കൂടി മുന്നോട്ട് പോവുകയാണ്. എല്ലാവർക്കും നീതി ആ കൂട്ടത്തിൽ മുസ്ലിം സമുദായത്തിൽ കിട്ടുന്നുണ്ടോ? ഇപ്പോൾ കൽക്കട്ടയിൽ, പശ്ചിമ ബംഗാളാണല്ലോ കൽക്കട്ട എന്ന് പറയുന്നത്, പശ്ചിമ തലസ്ഥാനം. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി ഒരു ബ്രാഹ്മൺ സ്ത്രീയാണ്. 2% ഇതിൽ ആകെയുള്ളൂ. അത് ആണ് അവർ ഭരിക്കുന്നത് കുറേ വർഷമായിട്ട്. അത് സോണിയ കോൺഗ്രസിൻ്റെയൊക്കെ കഴിവുകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ വരില്ല അവിടെ. ഈ മമതാ ബാനർജി എന്ത് ചെയ്യുന്നറിയോ? പ്രധാനപ്പെട്ട പോയിന്റ് എല്ലാവരാണ്. കേവലം 2% മാത്രമുള്ള ബ്രാഹ്മൺ സ്ത്രീയായ മമതാ ബാനർജി ഏതാണ്ട് 40% മുസ്ലിങ്ങൾ അവിടെയുണ്ട്. 30-35% ഉണ്ട്. അവരെല്ലാം വോട്ട് ബ്ലോക്ക് വാങ്ങി കോൺഗ്രസ് വിരോധം പറഞ്ഞ്, BJP വിരോധം പറഞ്ഞ്, കമ്മ്യൂണിസ്റ്റ് വിരോധം പറഞ്ഞ് ബ്ലോക്ക് വോട്ട് വാങ്ങിയിട്ട് അവരെന്താ ചെയ്യുന്നറിയോ? അവരാളെ പ്രസിഡന്റ്, മുഖ്യമന്ത്രി, 2ാം സ്ഥാനം 3ാം സ്ഥാനമൊക്കെ പോയിട്ട് 5, 6, 7 സ്ഥാനം കൊടുത്ത് അതിൽ ഒരു ഗുണ്ടയൊക്കെ കൊടുത്ത് വളർത്തി. ആ ഗുണ്ട എന്താ പറഞ്ഞറിയോ? ഡിസംബർ 6-ാം തീയതി ഞങ്ങൾ ബാബരി മസ്ജിദ് തറക്കല്ലിടും, അതിൽ മുസ്ലിം നേതാക്കൾ പങ്കെടുക്കും. ഇതൊരു ഗുണ്ട നേതാവാണ്. മമതയൊക്കെ ലാലുവിൻ്റെയും പിന്നെ മമതയൊക്കെ മുസ്ലിങ്ങൾ ഇത് ഗുണ്ടകളാണ്, ഗുണ്ട നേതാക്കളാണ്. അല്ല മാന്യന്മാരെ വിദ്യാഭ്യാസത്തിലൊന്നും അവർ വഹിക്കില്ല. അതവരുടെ ബുദ്ധിയാണ്. അങ്ങനെ ഇപ്പോൾ ചെയ്തിപ്പോൾ ഇന്നിപ്പോൾ അയാളെ പുറത്താക്കി. അയാൾ പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോകണം. മറ്റു ഉവൈസിയാകും. പാർട്ടി രൂപീകരിച്ചിട്ട് എന്താ പറഞ്ഞറിയോ? BJP മമതയെ ഞങ്ങൾ എതിർക്കും. പിന്നെ എന്ത് കോപ്പെടുത്തവർ നിൽക്കുന്നത്? നമ്മുടെ അൻവർ കാണിച്ചോലെ. അൻവർ ഇടതുപക്ഷം എതിർത്തു, പിണറായി എതിർത്തു, ഭരണപക്ഷത്തിൻ്റെ പിണറായി എതിർത്തു, എതിർപക്ഷത്തിൻ്റെ സതീഷ് എതിർത്തു, RSS എതിർത്തു, എല്ലാം എതിർത്തു വന്നു. മണ്ട ശിരോമണി ഇപ്പോൾ അമ്പല ചീത്താനെ പോലെ നടക്കാണ്.
എടോ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ നമ്മൾ കുറേയൊക്കെ ഒതുങ്ങണം, കുറേയൊക്കെ നമ്മൾ യുക്തി കാണിക്കണം, തന്ത്രം കാണിക്കണം, നയം കാണിക്കണം, കുറേയൊക്കെ നമ്മൾ ക്ഷമിക്കണം. നമ്മളുടെ മനസ്സിൽ തോന്നി എല്ലാം വിളിച്ചു പറയാൻ പാടില്ല. നമ്മളൊക്കെ ഓരോ വാക്ക് പറയുന്നത് 100 വട്ടം ചിന്തിച്ചതിന് ശേഷമാണ്, എടുത്തോട് തട്ടല്ല, എന്നിട്ട് പോലും തെറ്റു വരുന്നു. അപ്പം മമതയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിൻ്റെ ബുദ്ധിമോശം കാണിക്കുന്നത് അങ്ങനെയൊന്നും അല്ല രാഷ്ട്രീയം. നമ്മളല്ലേ മറ്റേത് മറ്റേ ഈ സിനിമാ നടൻ പറഞ്ഞ പോലെ എൻ്റെ ഗർഭം അങ്ങനെ ഇങ്ങനെ അല്ല കോൺഗ്രസ്സുകാരെ രാഷ്ട്രീയത്തിൽ മെച്ചം വരയ്ക്കേണ്ടത്. നിങ്ങൾ കാണിക്കുന്ന നല്ല രാഷ്ട്രീയം. നിങ്ങൾ ഇത്രയും കാലം കേരളത്തിൽ ഭരിച്ചിട്ടില്ല, അത് നിങ്ങളുടെ അധ്വാനോട് നിങ്ങളുടെ കഴിവോടല്ല. അത് മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് എൻ ബ്ലോക്ക് 2 കാര്യം. അവർ BJP വോട്ട് ചെയ്യില്ല, നിരീശ്വരവാദികളെ കമ്മ്യൂണിസ്റ്റ് വോട്ട് ചെയ്യില്ല. അങ്ങനെ അന്ധമായ വിചാരത്തോടി പ്രവർത്തിച്ച മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് കിട്ടിയാണ് ഈ മുരളീധരൻ ഉൾപ്പെടെ ആളായത് കോടികൾ സമ്പാദിച്ചു. ഞാൻ മുരളീധരൻ കരാൻ കാരണം മുരളീധരൻ അഭിപ്രായം തുറന്ന് പറയുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, മുരളീധരൻ പണിഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടി ബാധിക്കുന്ന ഒരു ചാനലുണ്ട്, ഒരു കാക്കയുടെ പേര് വെച്ച്, അതൊക്കെ ആരാധ പുറകിൽ എനിക്കറിയാം. ഒരു കാര്യം പറയാം, ഇവിടെ ഒരു KPC പ്രസിഡന്റ് ഉണ്ട്, ഒരു പ്രതിപക്ഷ നേതാവുണ്ട്. ഈ 2 പേര് നിലനിൽക്കെ നിങ്ങൾ എല്ലാ ഇത് കയറി അഭിപ്രായം പറയുന്നത് നിങ്ങൾ ആര്? നിങ്ങളിന്ന് ആരാണ് കേരള രാഷ്ട്രീയത്തിൽ? ഒരു മുൻ KPC പ്രസിഡന്റ്, മുൻ മന്ത്രി എന്ന് പറയാൻ പറ്റില്ല, മന്ത്രി സ്ഥാനം പോയില്ലേ, മുൻ KPC പ്രസിഡന്റ് ഇല്ലാതെ അല്ലെങ്കിൽ മുൻ MP അല്ലാതെ നിങ്ങൾ എന്ത് പ്രത്യേക കഴിവാണ്? അല്ലെങ്കിൽ കർണാടക മകൻ എന്ന് പറയാം, അതൊക്കെ കാലഘട്ടപ്പെട്ടുപോയി. കർണാടക യുഗമൊക്കെ പോയി. ഇപ്പോൾ കർണാടക പോലും ആരും അറിയുന്നില്ല, ഗാന്ധി പോലും മറന്നുപോയി, പിന്നെ നെഹ്റുവിനെ പോയിരുന്നു, പിന്നെയാണ് കർണാടകനൊക്കെ. പിന്നെ നിങ്ങൾ ഈ കാണുന്ന എല്ലാം നിങ്ങൾ പത്രസമ്മേളനം നടത്തി നിങ്ങളുടെ അഭിപ്രായം പറ്റുന്നത് അറിയൂ? നിങ്ങൾ ആരാണ്? എന്നോട് ദേഷ്യപ്പെട്ടുകയല്ല, ജനങ്ങൾ ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ വായിക്കൂടി പറയുന്നുള്ളൂ. പബ്ലിക്ക് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ആരാണ് മുരളീധരൻ കേരള രാഷ്ട്രീയത്തിൽ? KPC പ്രസിഡന്റാണോ? പ്രതിപക്ഷ നേതാവാണോ? ഇത് 2 കൂടി ഇല്ലേ? സതീശൻ നിങ്ങൾ പറ്റൂല്ലെങ്കിൽ സതീശൻ മാറ്റിക്കോ. നിങ്ങൾ പ്രതിപക്ഷ നേതാവോ ഇതടുത്ത് നിങ്ങൾ തട്ട്, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ മറ്റേ ഇപ്പോഴത്തെ ജോയി അതുകൊണ്ടല്ലോ, അതേ പറ്റില്ല, നിങ്ങൾ KPC പ്രസിഡന്റ് ഇത് നിങ്ങൾ പറഞ്ഞ ഒരു കുഴപ്പമില്ല. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉത്തരവാദിത്തപ്പെട്ട 2 ഭരണ സ്ഥിരാകേന്ദ്രങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്ഥിരാകേന്ദ്രങ്ങൾ കേരളത്തിൽ നിലനിൽക്കെ നിങ്ങൾ വന്ന് തൊട്ടേനും പിടിക്കുക, അത് ഇയാൾ വെള്ളം പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? എന്താണ് പ്രത്യേക അധികാരം? KC വേണമെങ്കിൽ ദേശീയ സെക്രട്ടറി എന്ന് പറയാം, ഗാർഗി വേണമെങ്കിൽ ദേശീയ പ്രസിഡന്റാന്ന് പറയാം. നിങ്ങൾക്ക് എന്താണ് പറയുക? ഞാൻ കുറ്റം പറയല്ല, അതിന് മാത്രം കഴിവും നിങ്ങൾക്കില്ല. അത്രയും എല്ലാം തികഞ്ഞൊരു വലിയ താല്പര്യമൊന്നും അല്ല. നിങ്ങൾ കർണാടകയുടെ തണലിൽ വളർന്നു വന്ന ഒരു നേതാവ് അല്ല, പാടുപെട്ട് വന്നല്ല, പെട്ടെന്ന് ഊതി വീർപ്പിച്ച് വെല്ലും പോലെ വന്നാണ്. അത് നിങ്ങൾ വന്നിട്ട് എല്ലാത്ത അഭിപ്രായം പറയാം. നിങ്ങൾ ആരാണ്? ഇത് പല കോൺഗ്രസ്സുകാരും മനസ്സിലുണ്ട്, പല ആയിരക്കണക്കിന് ആൾക്കാരുടെ മനസ്സിനകത്ത് പറയാൻ ധൈര്യമില്ല, ചോദിക്കാൻ വേദിയില്ല. ഞങ്ങൾക്കൊരു വേദിയുണ്ട്, ചോദിക്കാൻ ധൈര്യമുണ്ട്. കാരണം ആരെയും കുറ്റപ്പെടുത്താനില്ല. പാർട്ടി നിലനിൽക്കട്ടെ, കോൺഗ്രസ് നിലനിൽക്കട്ടെ, ഭരണം പിടിക്കാൻ നോക്ക്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ചോട്ടവ് തന്നെ തെറ്റാണ്. ഇലക്ഷൻ നടത്തിയതും കള്ള ടിക്കറ്റ് ഉണ്ടാക്കിയതും ഒരുപടി തന്നെ എന്തൊക്കെയാകട്ടെ, ഇതൊക്കെ നിങ്ങൾക്കറിയില്ലേ? അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആരംഭത്തിൽ തന്നെ മുളയിൽ തന്നെ നുള്ളിക്കളഞ്ഞ് അത് നടക്കട്ടെ, രാഷ്ട്രീയമാണ്, നിന്റെ അങ്ങ് നടക്കൂല എന്നല്ലേ. ഇത് എല്ലാം കഴിഞ്ഞു. ഇനി എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ ഈ കോടതിയിൽ കേസ് വന്ന് കോടതി വിധി പറയട്ടെ. കോടതി വിധിയിൽ തീരുമാനം. നിങ്ങൾ ഇന്നിപ്പോൾ സസ്പെൻഡ് ചെയ്തില്ലേ, അതിൻ്റെ യുക്തി എന്താണ്? അതിന് നേരത്തെ ആരോപണം വന്നപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യണം. ആരോപണം വന്നപ്പോൾ തന്നെ സംശയാസ്പദമായ രീതിയിൽ ഏതാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് അധികാരമുള്ള പോലെ നിങ്ങൾക്ക് സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ട്, KPCCക്കോ LIC ഉണ്ട്. അല്ലെങ്കിൽ കോടതിയിൽ കേസ് വന്നാലും ജാമ്യം കിട്ടിയില്ല എന്നുള്ള കുറ്റമല്ലല്ലോ. കോടതി വിചാരണ നടത്തണം. വിചാരണ നടത്തിയിട്ട് വേണം ആൾ കുറ്റവാളിയാണോ ഇല്ലെന്ന് എനിക്ക് കോടതിയിൽ വിചാരണ നടത്തി കുറ്റവാളിയായാലും അപാകതയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് പോട്ടെ. എങ്കിലും ഒരു ഭാഗ്യമായിട്ട് സമ്മതിക്കാം. കോടതിയിൽ വിചാരണ നടത്തി രാഹുൽ കുറ്റവാളിയാണോ എങ്കിൽ ഓക്കെ, സസ്പെൻഡ് ചെയ്യാം, എന്ത് ഇഷ്യൂ. ഇത് എടുക്കൊക്കെ സസ്പെൻഡ് ചെയ്യാൻ എന്ത് ചെയ്ത്? അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ നിങ്ങൾക്കറിയില്ല. ഞാൻ കുറ്റം പറയല്ല, സങ്കടം കൊണ്ട് പറയാണ്. കോൺഗ്രസ്സുകാരെ നിങ്ങൾക്കറിയില്ല എന്ന് പറയാൻ കണ്ട് നിങ്ങൾ KPC പ്രസിഡന്റ് ACCക്ക് ഒരു ചുക്കും അറിയില്ല. അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഈ ആരോപണം വരാതെ സൂക്ഷിക്കേണ്ടിയിരുന്നു. അങ്ങനെ ആരോപണം തെറ്റ് കാണുന്നുണ്ട് മനസ്സിലായി അപ്പത്തെ മുളയിൽ നുള്ളിക്കളയണം, അത് തിരുത്തണം, അല്ലെങ്കിൽ അപ്പം സസ്പെൻഡ് ചെയ്യണം. അല്ലെങ്കിൽ ഈ സംഭവം കേട്ടപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യണം. അതൊന്നും ചെയ്തില്ല.
പിന്നെന്താ ചെയ്യുക? കോടതിയിൽ കേസാണ്. നാളെ കോടതി പറയാണ് രാഹുൽ കുറ്റവാളിയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സസ്പെൻഡ് ചെയ്തും ഈ നാണം കെടുത്തിയൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ? പറ്റൂടോ കോൺഗ്രസ് നേതാക്കളെ? ഞാൻ രാഹുൽ ആളല്ല, ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. എനിക്ക് അദ്ദേഹത്തൊന്നും വലിയ മതിപ്പൊന്നുമില്ല. വല്ല മതിപ്പില്ലാത്ത ഇതിലൊക്കെ പല കാര്യം ചെയ്തിരിക്കും. അതുകൊണ്ട് പക്ക രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മാന്യൻ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ രാഹുൽ ഗാന്ധി അല്ല, രാഹുൽ ഗാന്ധി പക്ക മാന്യൻ, അത് വേറെ കാര്യം. അതായത് കഴിവില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ, രാഷ്ട്രീയ തന്ത്രമില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതാണ് കോൺഗ്രസ് പറ്റി തകരാറ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്നും കോൺഗ്രസ്സിൽ ശക്തമുണ്ട്, ഇന്ത്യയിൽ ശക്തമുണ്ട്. എന്നിട്ട് എന്താണ് പശ്ചിമബംഗാൾ മമത ഭരിക്കുന്നത്? എന്താണ് പശ്ചിമബംഗാൾ മമത ഭരിക്കുന്നത്? എന്താണ് തമിഴ്നാടുകൾ കിട്ട് കേരളത്തെ പോകുന്നത്? രാജസ്ഥാൻ, ഉത്തർപ്രദേശ് ഇതെല്ലാം പോയതാ. അപ്പം അടിസ്ഥാനപരമായി കോൺഗ്രസ്സിന് എന്തോ ചില പോരായ്മയോ അല്ലെങ്കിൽ ന്യൂനതയുണ്ട്. ആ ന്യൂനത എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് പരിഹാരം കാണാതെ, രോഗത്തിന് ചികിത്സിക്കാതെ അവിടെ പോയി കാലിൽ മുറിവ് കഴുകി ഉണക്കണം, അല്ല വേറെ എവിടെയും മരുന്ന് വെച്ചിട്ട് കാര്യമുണ്ടോ? അതാണ് അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ്സിന് പറ്റുന്ന തകരാറ്. അത് പണ്ടത് ഇപ്പോഴതേ. പണ്ട് സ്വാതന്ത്ര്യ സമരത്തെ പേരിൽ അങ്ങനെ 10-20 വർഷക്കാലം അങ്ങോട്ട് ഭരിച്ചുപോയി. ഇവിടെ കേരളത്തിൽ 40% മുസ്ലിങ്ങൾ വോട്ട് കിട്ടി 10-30-40 വർഷക്കാലം ഭരിച്ചു. ഇതൊക്കെ അവിടെ മാറിയപ്പോഴല്ലോ സംഗതി താഴെപ്പോയി. ഊതി പിടിപ്പിച്ച ബലൂണാണ്. ഇതൊക്കെ തുറന്ന സത്യം പറഞ്ഞാലല്ലേ ഈ പാർട്ടി തെറ്റിരുത്താൻ പറ്റുള്ളൂ. ഇതേതെങ്കിലും കോൺഗ്രസ്സുകാർ പറയൂ, ഏതെങ്കിലും രാഷ്ട്രീയക്കാർ പറയുമോ? പറയില്ല. അവരെവിടെ വിളി തന്നെയോ അല്ലെങ്കിൽ രമേശ് ആരും കൈവണ്ടടിച്ച് ഒരു നേതാവാണോ, ഒരു സ്ഥാനം വേണോ, അല്ലെങ്കിൽ MLA ആണോ MP ആണോ? അവർക്ക് അതുള്ളൂ. അവർക്ക് ഒരു കോൺഗ്രസ് നന്നാക്കാൻ ആഗ്രഹമൊന്നുമില്ല. കോൺഗ്രസ് നന്നാക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഇക്കിരുന്നല്ല. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത്രയും കാലം രാജ്യം ഭരിച്ച ഇന്ത്യയിൽ എന്തുകൊണ്ട് മമതാ ബാനർജി എന്ന ഒരു ഒറ്റ സ്ത്രീ, വൺ മാൻ ഷോ നടക്കുന്ന സ്ത്രീ പശ്ചിമ ബംഗാൾ വർഷക്കാലത്ത് ഭരിക്കുന്നു? നിങ്ങൾക്ക് എന്ത് സാധിക്കാത്തത്? അവിടെയാണ് അടിസ്ഥാനമായി തെറ്റുപറ്റിയാൽ. ചെറിയൊരു കാര്യം പറയാം. സർവാധിപത്യത്തിൽ ഭരിച്ച നെഹ്റുവിൻ്റെ കാലത്താണ് ശ്രീരാമ വിഗ്രഹം അയോധ്യയിൽ കൊണ്ടുവച്ചത്. അന്ന് നെഹ്റുവാണ്. നെഹ്റു സർവാധിപതിയായിരുന്നു. നെഹ്റു പറഞ്ഞു അതെടുത്ത് സരയൂ നദിയിൽ എറിയാൻ. ആ പറച്ചിൽ മാത്രമേ ഉള്ളൂ, ആത്മാർത്ഥ ഉണ്ടായില്ല. പക്ഷെ ആലപ്പുഴക്കാരൻ KK നായരുടെ കളക്ടർക്ക് വഴങ്ങി കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇപ്പോഴും നെഹ്റുവിനെ നല്ല വലിയ ആളാന്ന് പറയാണ്. കാരണം പറയണ്ടേ, പറയാതിരിക്കാൻ പറ്റുമോ? ഇന്ദിര വലിയ ആളാന്ന് പറയുന്നത്, രാഹുൽ വലിയ ആളാന്ന് പറഞ്ഞത്, രാജീവ് ഗാന്ധി വലിയ ആളായെന്ന് പറഞ്ഞത്, ഗാർഗ് വലിയ ആളാന്ന് പറഞ്ഞത്. എങ്ങനെ പറയും മനസ്സാക്ഷി വെച്ച്? അന്ന് നെഹ്റു വിചാരിച്ചെങ്കിൽ അത് സാധനം മാറ്റാൻ പറ്റില്ലായിരുന്നു. നെഹ്റു ചെയ്തില്ല. വേണ്ട സ്വാമിനാഥ ക്ഷേത്രത്തിൽ പോകരുതെന്ന് പ്രസിഡന്റിനോട് പറഞ്ഞ് പ്രസിഡന്റ് പോയി. പിന്നെ എന്ത് പ്രധാനമന്ത്രി? ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ കുറ്റം പോയി. ഇന്ന് മോഡി എന്ന് പറയുന്ന മോഡിജി ബഹുമാനം പറയണം. പ്രധാനമന്ത്രിയാണ്, ഇവിടെ കേരള മുഖ്യമന്ത്രി, നമ്മൾ ബഹുമാനിക്കണം, അതിലൊരു സംശയമൊന്നുമില്ല. മോഡിജി രാഷ്ട്രപതിയോട് പറയാണ് പോകരുത് പറഞ്ഞാൽ സൂചന കൊടുത്താൽ പിന്നെ അവർ പോകും. അവിടെയാണോ കഴിവ്? അവിടെയാണ് ആജ്ഞാപവർ. ഈ സർവ്വരാജ്യ വലിയ ആളാന്ന് പറഞ്ഞ് നെഹ്റുവിന് പോലും ആജ്ഞാപവർ ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവില്ലടോ. മനഃശാസ്ത്രം പറയുന്നത്, ഫിലോസഫിയോട് പറയുന്നത്, ശാസ്ത്രീയമാണ് പറയുന്നത്. നിങ്ങളുടെ ഊച്ചാളി 4 കോൺഗ്രസ് വന്നല്ല. അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റു പറഞ്ഞെങ്കിൽ പ്രസിഡന്റ് പോകാൻ പാടില്ല, പോകാൻ പാടില്ല. അവിടെ ആജ്ഞാപവം ഉണ്ടായില്ല. ഇന്ന് മോഡിജി നോക്ക്, മോഡിജി പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ പോവാ. അമിത്ഷാ പറഞ്ഞിട്ട് കുറ്റം ഉണ്ടെന്നേ. നിങ്ങളിപ്പോൾ ഞാൻ സമ്മതിക്കുക, അവർക്ക് കുറ്റം കണ്ട്, അവർക്ക് സ്വാർത്ഥ താല്പര്യമുണ്ട്, 100 തെറ്റാണ്. പക്ഷെ പറയുന്ന കാര്യത്തിൽ ആജ്ഞാപവർ വേണം. അതുപോലെ KK നായരോട് പറഞ്ഞു, എടുത്ത് മാറ്റാൻ പറഞ്ഞു. മാറ്റിൽ മാത്രമല്ല, നായർക്ക് വഴിപ്പെട്ടുപോയി. എന്താ പ്രധാനമന്ത്രി പറഞ്ഞാൽ അത് കിട്ടാൻ പറ്റില്ല. അപ്പോൾ സരയൂ നദി കിഴക്കോട്ട് ഒഴുകുന്നിടത്താണ് ശ്രീരാമ ജനന രാമായണത്തിൽ പറഞ്ഞത്. ആ സരയൂ നദി കിഴക്കോട്ട് ഒഴുകുന്നത് പാകിസ്ഥാനാണ്. അത് സത്യം. ഇതൊക്കെയാണ് സത്യം. 12 വർഷം തുടർച്ചയായിട്ട് ഒരു തരത്തിലൊരു വഴി നടന്നു കഴിഞ്ഞാൽ ആ ആൾക്കാർ വഴി നടക്കാൻ അവകാശമായി. തീർന്നിട്ടില്ല, നടക്കാനുള്ള അവകാശം കിട്ടും. അപ്പോൾ 400 വർഷം കൊണ്ട് വന്നു അല്ലേ? ഇത്ര നിയമങ്ങൾക്ക് നിയമങ്ങളുള്ള ഇന്ത്യയിൽ എന്തേ ഈ അനീതി കാണിച്ചപ്പോൾ ആരും ഉണ്ടായിരുന്നത്? അവിടെയാണ് കാര്യങ്ങളുടെ പോക്ക്. നിയമം എല്ലാവർക്കും തുല്യമല്ലെന്നുള്ള
ഞാൻ ആവശ്യത്തിൽ കഴിക്കാനുള്ള കാലത്ത് പ്രശ്നം ഉണ്ടാക്കി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് കോൺഗ്രസിൻ്റെ സർവാധിപതിയായിരുന്ന ഈ അന്നത്തെ നെഹ്റു പ്രധാനമന്ത്രി പറഞ്ഞിട്ട് അന്നത്തെ രാഷ്ട്രപതി പോകാൻ പാടില്ല. രാഷ്ട്രപതി എല്ലാത്തിനും മുകളിലാണെങ്കിലും പ്രധാനമന്ത്രി കൂട്ടുത്തരവാദിത്തമാണ്, മന്ത്രിസഭയിൽ കൂട്ടുത്തരവാദിത്തം പ്രസിഡന്റ് ഉണ്ടാവണം. മറ്റത് കേൾക്കുന്ന ആലപ്പുഴക്കാരൻ, അടുത്ത ആലപ്പുഴ ഉണ്ടെന്ന് തോന്നുന്നു, അയാൾ ആ വിഗ്രഹം മാറ്റിയില്ല, അവസാനം വഴങ്ങിപ്പോയി. അവിടെയാണ് ചോട്ടിങ്ങ പിഴച്ചു എന്ന് പറയുന്നത്. ഇതൊക്കെ തുറന്ന് ആരും പറയില്ല. ചിലർക്ക് ജീവിൽ കൊതിയുണ്ട്, ചിലർക്ക് മറ്റേ സ്ഥാനമാൽ ബോധ്യപ്പെട്ടു. ഞങ്ങളെ സംബന്ധിച്ച് നീതി മാത്രം, ഓൺലി ട്രൂത്ത്, ഓൺലി ജസ്റ്റിസ്. അല്ലെങ്കിൽ ഒന്നുമില്ല. ജാതിക്കോ മതത്തിലോ വർഗത്തിലോ പ്രദേശത്തിലോ ഒന്നും ഞങ്ങൾ അടിമപ്പെടില്ല, ആർക്കും അടിമപ്പെടില്ല. ഓൺലി നീതി, ഓൺലി ഫോർ ജസ്റ്റിസ്, വോയിസ് ഫോർ വോയിസ്ലെസ്. എവിടെ അനീതിയുണ്ടോ അവിടെ നീതിയുടെ ശബ്ദം ഉണ്ടാവും. അതാണ് ഞങ്ങളുടെ പ്രവൃത്തി. ഞങ്ങൾക്ക് ആരും കൊടുക്കണ്ട, കൂസണ്ട. പക്ഷെ ഞങ്ങളെല്ലാവരും ബഹുമാനിക്കും. കളത്തി കർത്താവിൽ കാണുന്നവർ നമ്മൾ ബഹുമാനിക്കും. അത് ഞങ്ങളുടെ മാന്യത. നല്ല കോൺഗ്രസ്സിലെന്ന് ഓർമ്മ വേണം. എന്തിനാ ഇതൊക്കെ പറയുന്നറിയോ? കോൺഗ്രസ് നയിക്കാൻ പാടുള്ളത് തന്നെയാണ്. കോൺഗ്രസ് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഈ സംഘപരിവാറിന് താഴെ ഇറക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ, അത് ആത്മാർത്ഥമാണെങ്കിൽ 2 പോയിന്റ് ചെയ്തേ തീരൂ. അതല്ലെങ്കിൽ ബംഗാളും പോകും, പോലെ കർണാടകയും പോകും, കേരളവും പോകും. ഏകകക്ഷി വേണം വരെ അത് BJP ആയിരിക്കും ചെയ്യും. ഞങ്ങൾ 20% മുസ്ലിങ്ങൾ ഞങ്ങൾക്കത് ഭയപ്പെടാനൊന്നുമില്ല. ഞങ്ങളപ്പോൾ അവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. രക്ഷയില്ലെങ്കിൽ കൂഴിക്കറകനെടുക്കും. അപ്പോൾ ഞങ്ങളെ വേഷം കണിച്ച് ഈ വണ്ടിയിൽ കാൾക്ക് പിടുക്കൊരു ഭാരം എന്ന് പറയുമ്പോൾ ഉടുക്കൊടുക്കേണ്ടതിന് ചെണ്ട കൊടുത്തന്നെ ഉടുക്കൂട്ടി പേടിപ്പിക്കുന്ന തമ്മിൽ മുസ്ലിങ്ങളെ പേടിപ്പിച്ച് നിങ്ങൾ നിൽക്കണ്ട. അവിടെ നിങ്ങൾ പറ്റും. നിങ്ങളായിരിക്കും മുസ്ലിം ലീഗ് പറയുന്നല്ല. ഞങ്ങളുടെ പവർ വേറെയാണ്. ഞങ്ങൾക്ക് അതൊക്കെ മുകളിൽ തലക്ക് മുകളിൽ വെള്ളം വന്നാൽ അതൊക്കെ തോടിയെന്ന് പറയുമ്പോൾ അങ്ങനെ അവർ നിൽക്കക്കളി വന്നാൽ അത് അപ്പത്തി എന്ത് ചെയ്യുന്നു ചിന്തിക്കുക. ഇന്ന് മുസ്ലിം സമുദായം ഇന്ത്യയിൽ വളർന്നിട്ട് ഞങ്ങൾ വളർത്തിയിട്ടുണ്ട്. ഒന്നും വയ്ക്കണ്ട. മുസ്ലിം ലീഗിൻ്റെ ഇന്ത്യ അല്ല നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ 80-100 വർഷം കിട്ടിയിട്ട് മുസ്ലിം സമുദായം എന്തായി ഇന്ത്യയിൽ? മുസ്ലിം ലീഗ് 25 വർഷം വ്യത്യാസമുള്ളൂ. 1948 തുടങ്ങി, മറ്റു 25 തുടങ്ങി. 25 50, 23 വർഷം വ്യത്യാസം. 23 വർഷം വ്യത്യാസമുള്ള മുസ്ലിം ലീഗും RS തമ്മിൽ. RS എവിടെ എത്തി? ഒരു ലെറ്റർ പാഡില്ല, ഒരു രജിസ്ട്രേഷൻ ഇല്ല, ഒരു പ്രോട്ടോക്കോൾ ഇല്ല, ഒന്നുമില്ലാതെ അവർ ഇത്രയും വളയമില്ലാതെ ഇത്രയും രീതിയിൽ ഒപ്പിച്ചെങ്കിൽ അത് കഴിവ് തന്നെയല്ലേ സർ? മുസ്ലിം ലീഗ് നിങ്ങൾ രജിസ്റ്റേർഡ് പാർട്ടിയില്ലേ? നിങ്ങൾക്ക് ലെറ്റർ പാഡില്ലേ? ദേശീയ നേതാക്കൾ ഉണ്ടായതില്ലേ? നിങ്ങളുടെ അവസ്ഥ എന്തെന്ന് ഇന്ന് ഇന്ത്യയിൽ? കോൺഗ്രസ് ആയിട്ട് പറയില്ല, ചോദിക്കില്ല. ഞങ്ങൾക്ക് അല്പം വിഷമമുണ്ട്. കാരണം ഈ പാമ്പ് കടിക്കും ഞാനൂല് പറയുമ്പോൾ ഞങ്ങളുടെ സമുദായം എന്തൊക്കെ പറഞ്ഞാൽ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ അവർക്കൊരു ക്ഷീണം പറ്റുമ്പോൾ ഞങ്ങൾക്ക് വാസ്തവത്തിൽ മനസ്സുകൊണ്ടൊരു വിഷമമുണ്ട്. അതൊരു രക്തബന്ധം കൂടി വെച്ചു. അത് വർഗീയതൊന്നുമല്ല. സ്വന്തം സമുദായത്തെ സ്നേഹിക്കുക എന്നുള്ള വർഗീയതൊന്നുമില്ല. പക്ഷേ സ്വന്തം സമുദായത്തെ സ്നേഹിക്കുന്നതിന് പേരിൽ മറ്റ് സമുദായങ്ങളെ എതിർക്കുകയാണെങ്കിൽ അത് വർഗീയതാണ്. അത് ഇതല്ല. അതാ പറഞ്ഞത് 25 നിങ്ങൾ എന്തുണ്ടായി? ഇന്ന് ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായിട്ട് അതംബസില്ലേ? സത്യം ചോദിക്കുക. ഒരു കോൺഗ്രസ് ഇതൊന്ന് തുറന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ? മൊയ്തീൻ ഷാ നിങ്ങൾ കൊച്ചായി കാണണ്ട. മൊയ്തീൻ ഷായുടെയൊക്കെ പേരൊക്കെ ആണെങ്കിൽ നിങ്ങൾ UP-യിലോ ബീഹാറിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ ചെല്ലണം. കേരളത്തിൽ ഞങ്ങളുടെ പാർട്ടിയത്തെ ശക്തമൊന്നും അറിയാം നിങ്ങൾക്ക്. മൊയ്തീൻ ഷാൻ അവരെങ്ങനെ ഉപയോഗിക്കുന്ന അറിയാം. മൊയ്തീൻ ഷായുടെ പേരെങ്ങനെ ഉപയോഗിക്കുന്ന അറിയാം. അംബേദ്കർ ഖാൻഷാവിൻ്റെ കൂടെ, ലാലുജിയുടെ കൂടെ, നിതീഷിൻ്റെ കൂടെ, മായാവതിയുടെ കൂടെ, അന്ന് നമ്മുടെ തിവാരി, ND തിവാരി, അർജുൻ സിംഗ് ഒക്കെ പക്ക രാഷ്ട്രീയക്കാരായിരുന്നു. അയലപ്പല്ല അവരുടെ കൂടെ VP കൂടെ അത്രയില്ല പ്രവർത്തിച്ച പാരമ്പര്യമുണ്ട്. വെറും മൊയ്തീൻ ഷാ അല്ല. നിങ്ങൾ അങ്ങനെ അങ്ങനെ നിങ്ങൾ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമുക്ക് രാജ്യ നന്മയാണ് നല്ലത്, അത് ചെയ്യണം. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് പറ്റിയ കുഴപ്പം ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നെഹ്റുവിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ നിർത്താൻ പോവാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ രാഹുൽ ഈശ്വരനെ രാഹുൽ മാങ്കൂട്ടത്തിലെ അങ്ങനെ ഒരു തെറ്റായ വഴിയിലേക്ക് പോകുന്നപ്പോൾ അപ്പം ഒന്ന് ചെയ്തിരിക്കുന്നത്. ഷാഫി നിങ്ങൾ കൂടെ ഉള്ളതല്ലേ, നിങ്ങൾ വളർത്തിക്കൊള്ളല്ലേ, നിങ്ങൾക്കറിയാൻ പോലെ എല്ലാം കേസ് വരുമ്പോൾ അടി പൊങ്ങൂട്ടോ കേട്ട കാര്യം. നിങ്ങൾ അപ്പം പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തിനരുത്. നീ എതിർക്കുവാണെങ്കിൽ അത്ര അസുഖം ആണെങ്കിൽ നീ കല്യാണം കഴിച്ചു കുടുംബമായിട്ട് ജീവിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നത്, ഞങ്ങൾക്ക് വികാരമില്ല, ഞങ്ങൾ വികാരമില്ല, ഇത് ഞങ്ങൾ വലിയ കേൾക്കാം.
അത് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ തന്നെയല്ല അധ്വാനിക്കാതെ കൃത്രിമമായിട്ട് പണങ്ങൾ ലക്ഷങ്ങൾ വരുമ്പോഴല്ലോ പിന്നെ സുഖലൂലുവ പോരാ അമ്മ പോരാ മോള് വീടെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് പറ്റുന്നത്. അധ്വാനിച്ചിട്ടാക്കും ഒരു അധ്വാനിച്ച് 100 രൂപ ഉണ്ടായാൽ അവന് പിന്നെ ഈ വെള്ളം പിടിക്കാൻ തോന്നൂല്ല. ഇത് വെറുതെ പണം കിട്ടല്ലേ. ഞാൻ ഒരു ശക്തിയിൽ അത് കൊച്ചു പാർട്ടി എന്നിട്ടും ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നു സാമ്പത്തികമായിട്ടൊക്കെ. അപ്പോൾ പിന്നെ ഈ പാർട്ടിക്കാരെ പറയണോ കോടികൾ കൈകാര്യം ചെയ്യല്ലേ. എത്ര കോടി ഉണ്ടെന്ന് അവർക്ക് അറിയില്ല. അതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടത് ആദ്യമേ നിയന്ത്രിക്കണം പാർട്ടിയെ. അത് ചെയ്തില്ല. അല്ലെങ്കിൽ കോടതി വിധി പറ്റിയെന്ന് പറഞ്ഞു, കോടതി തീരുമാനിക്കട്ടെ. അതല്ലേ ശരി. അതല്ലേ മനഃശാസ്ത്രം, അതല്ലേ ഫിലോസഫി, അതല്ലേ ശാസ്ത്രീയ ചിന്ത. അവിടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്താണ്. പിണങ്ങിയിട്ട് കാര്യമില്ല, കൊഞ്ഞനം കാണിച്ച കാര്യമില്ല. അന്ന് നെഹ്റു ചെയ്ത കാര്യം പറഞ്ഞത്, അന്ന് അതിനുശേഷം നടന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാലു ആണെങ്കിലും മുലായം ആണെങ്കിലും ഇപ്പം മമതയാണെങ്കിലും മുസ്ലിം സമുദായത്തിന് വോട്ടും പണവും വാങ്ങുന്നല്ലാതെ അവരെ രക്ഷപ്പെടുത്തുന്നു, അവരെ ഉയർത്തുന്നു ഒരു ആഗ്രഹം ഉണ്ടായതെങ്കിൽ 2ാം സ്ഥാനമെങ്കിലും കൊടുക്കും അവർക്ക്. 8% യാദവർ, 20% മുസ്ലിങ്ങൾ. ഫസ്റ്റ് ചാൻസ് കൊടുക്കണ ആർക്കാണ്? മുസ്ലിം സമുദായത്തല്ലേ. പോട്ടെ, നിങ്ങൾ അത് സംഘടിപ്പിച്ച് വെച്ചു, നിങ്ങൾ ഫസ്റ്റ് ചാൻസ്. സെക്കൻഡ് ചാൻസ് കൊടുക്കണ്ടേ? അതായത് മമത 2% ഉള്ളൂ. ആ മമത 2ാം സ്ഥാനമെങ്കിലും കൊടുക്കണ്ടേ? കൊടുക്കുന്നുണ്ടോ? ഈ കേരളത്തിൽ 40% ഉണ്ട്. 2ാം സ്ഥാനമെങ്കിലും കോൺഗ്രസ് കൊടുക്കണ്ടേ മുസ്ലിങ്ങൾക്ക്? ഉണ്ടോ? 2, 3, 4 സ്ഥാനം ഉണ്ടോ? ഉണ്ടോടോ? ഇതൊക്കെ വിളിച്ച് ചോദിക്കും വേണ്ടില്ല. സംഗതി ഞെളി പിടിച്ചിട്ട് കാര്യമില്ല. ഉള്ളിലേക്ക് ഉപ്പേരി പോലെ വ്യക്തമായിട്ട് ഉത്തരം കൊടുക്കണം. ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം. മനോരമ പറഞ്ഞാൽ നേരെ ചോദിക്കും, ഉത്തരം വേണം. വളഞ്ഞു വെച്ചിട്ട് കാര്യമില്ല. അതുപോലെ തെറ്റാണ് ഇപ്പോൾ കോൺഗ്രസ് ഇരിക്കുന്നത്. 2 കാര്യം പറഞ്ഞാൽ നിർത്താം. ഒന്നുകിൽ ആരംഭത്തിൽ തന്നെ അത് നിയന്ത്രിക്കേണ്ടത്, അല്ലെങ്കിൽ കോടതി വിധി വരുന്ന കാത്തിരിക്കണം. അതില്ലാതെ തെറ്റ് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഞാൻ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നിന്നും ചെയ്യുന്നു.